ഹലോ, നെക്സ്റ്റ് ആയിട്ട് എൻവലപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 20x20 സെൻറ്റിമീറ്ററിലുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സെൻറ്ററിന് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മടക്കി കൊടുക്കാം. കോൺ ഷേപ്പിലായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കാം. നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ സെയിം ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു രണ്ട് ഭാഗത്തേക്കായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഇവിടത്തേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കിയതിന് ശേഷം ഉള്ളിലേക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ സെൻറ്ററിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഈ രണ്ടിനെയും ഇങ്ങനെ വരുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക, എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള എൻവലപ്പ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ പേപ്പർ എടുക്കുമ്പം സൈസ് കൂട്ടും കുറക്കും ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നൊരു കുഞ്ഞ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു എൻവലപ്പിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഒരു എൻവലപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷി ടാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഡിസൈൻ പേപ്പറോ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വാഷി ടാപ്പ് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്യാണ്. ഒരു സൈഡായിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എൻവലപ്പ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഒരു ഫോട്ടോയോ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം.